അനുമോളെ കുടിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണെങ്കിലും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസും അതുപോലെ തന്നെ ആ സീരിയലിന്റെ ടീമെല്ലാം ഇപ്പോൾ കുടുങ്ങിയിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ജീവൻ എന്ന് പറയുന്ന ഒരു നടനെ ഒരു സീരിയൽ സ്റ്റാർട്ടാകുന്നുണ്ട്, ആ സീരിയലിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ടാണ് ജീവനെ കൊണ്ടുവന്നത് എന്നാണ് പറഞ്ഞതെങ്കിലും ഒരിക്കലുമല്ല അനുമോളെ താഴ്ത്താൻ വേണ്ടിയിട്ടും അതുപോലെ അനുമോളെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളിയിൽ നിന്നും ഗെയിമിൽ നിന്നും നശിപ്പിക്കാൻ വേണ്ടിയിട്ടും മാനസികപരമായിട്ട് തകർക്കാൻ വേണ്ടിയിട്ടും കൊണ്ടുവന്നതാണ് ജീവനെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അല്ലാതെ ഒരു സീരിയലിന്റെ പ്രൊമോഷനൊന്നും വിളിച്ചിട്ടൊന്നും ഇങ്ങനെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു സീരിയലിന്റെ പ്രൊമോഷൻ ഇതുവരെ ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുമില്ല. ഇതെന്ന് പറഞ്ഞാൽ അനുമോളെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയിട്ട്, അതായത് അനുമോള് പണ്ട് എപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്നു. അന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനുമായിട്ട് ഭയങ്കര ഫ്രണ്ട്ഷിപ്പിലാണ്. പക്ഷേ ഈ ജീവൻ എന്ത് ചെയ്തു? ജീവൻ പാര വെച്ചതാണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അനുമോള് പറയുന്നത് എൻ്റെ മരണത്തിന് വരെ കാരണക്കാരനായേക്കാവുന്ന ഒരു വ്യക്തിയെ എൻ്റെ മുന്നിൽ കൊണ്ടുവന്നത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ള തരത്തിലാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ ബിഗ് ബോസ് ഈലും നല്ലതെന്ന് പറഞ്ഞാൽ കട്ടപ്പാരിയെടുത്തിട്ട് കക്കാൻ പോകുന്നതാണ്. അതായത് അത്രയും വളരെ മോശമായ ഒരു സംഭവമല്ലേ കാണിച്ചിരിക്കുന്നത്. എന്താ ഈ സീരിയലുകാർക്ക് ഇതിനെ കൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇന്ന് ആ ചെറുക്കന് വരുന്ന തെറികൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരുപാട് ആൾക്കാർക്ക് ഇത് അറിയില്ലായിരുന്നു, ഇപ്പോഴിത് എല്ലാവരും അറിഞ്ഞു. ഇനിയിപ്പോൾ നാളെ മുതൽ അവരുടെ സീരിയൽ കാണാൻ ഇനി ആളുണ്ടാവുമോ? അതായത് ഇങ്ങനെയുള്ള ഒരു കൂതറേൻ്റെ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ഒരു മനുഷ്യൻ നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വെളുക്കാൻ തെച്ചത് പാണ്ടായി എന്ന്. ഇത് കൃത്യമായിട്ട് അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നെയാണ്. അല്ലാതെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിനെ കൊണ്ടുവരേണ്ട ആവശ്യം എന്താ? അനുമോളെ എങ്ങനെയെങ്കിലും അങ്ങ് ഒതുക്കിയിട്ട് അങ്ങ് ഇല്ലാണ്ടാക്കണം. അല്ലെങ്കിൽ അനുമോൾ ഇപ്പോഴും എന്ന് പറഞ്ഞൊരു നെഗറ്റീവിലേക്ക് പോയിക്കൊണ്ടിരിക്കലാണ്. ഈ ആദില നൂറമാരുടെ കക്ഷത്തിൽ തലയായതിനു ശേഷം ഈ അനുമോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു ഗ്രൂപ്പായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം അനുമോൾക്ക് പ്ലാച്ചിയും വേണ്ട ഗ്ലൂച്ചിയും വേണ്ട എന്നുള്ള തരത്തിലാണ്. അനുമോൾ ഇപ്പോഴും ഒറ്റക്കാണോ കളിക്കുന്നത് ചോദിച്ചാൽ ഒരിക്കലും ഒറ്റയ്ക്കല്ല. അനുമോളുടെ ഇടത്തും പലത്തും തന്നെ എതിരെ നിരമറി എപ്പോഴും ഇങ്ങനെ വേണം എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അനുമോളുടെ പോക്ക് എന്ന് പറഞ്ഞാൽ. ഇതിലെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സങ്കടമുണ്ട്. കാരണം അനുമോൾ നല്ലൊരു ഗെയിമറായിരുന്നു, നല്ല മത്സരാർത്ഥിയായിരുന്നു. വന്നപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ അനുമോളാണ് ഗെയിം കൊണ്ടുപോയത്. പക്ഷേ ഈയിടെയായിട്ട് എന്ന് പറഞ്ഞാൽ അനുമോളുടെ ഗ്രാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ എല്ലാവർക്കും ഭക്ഷണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ അങ്ങനെയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അനുമോൾ ഇപ്പോൾ കൃത്യമായിട്ട് ഗെയിം കളിക്കുന്നില്ല. ആദില നൂറമാർ എന്താണ് പറയുന്നത് അതുപോലെ പറഞ്ഞ് രസിച്ചു കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുമോൾ ചെയ്യുന്നത്. അത് അനുമോൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വെളിയിൽ ഭയങ്കര ഹിറ്റാണ്, ആദില നൂറമാർ എന്ന് പറഞ്ഞാൽ വെളിയിൽ ഭയങ്കര സംഭവമാണ് എന്നൊക്കെയാണ് അനുമോൾ വിചാരിക്കുന്നത്. പക്ഷെ അനുമോളൊക്കെ എന്ന് പറഞ്ഞാൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ ഇതൊക്കെ കാണാൻ കഴിയുകയുള്ളൂ. അത് മാത്രവുമല്ല, ലാലേട്ടൻ കൊടുത്തൊരു ഹിന്റ് ഉണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അതായത് ഈ ആദില പുറത്തു പോകും എന്ന് കരുതിയിട്ട് നൂറ വന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയുന്ന രംഗത്ത് നേരെ വന്നിട്ട് നമ്മുടെ അനുമോളും കൂടിയിട്ട് അങ്ങ് കെട്ടിപ്പിടിച്ച് കരയില്ല. അതായത് ഏതോ സിനിമയിലുണ്ടല്ലോ, എന്ന് വെച്ചാൽ എന്നെയും കൂടി കൂട്ടൂ എന്ന് പറഞ്ഞിട്ട് ഈ പിന്നെ മമ്മൂട്ടിയും വേറെ ആരോ കരയുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുധീഷൻകാരോ ഒന്ന് പോയിട്ട് കെട്ടിപ്പിടിച്ച് കരയുന്നത്. അതേപോലെയുള്ള സീനറിയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ ആർക്കോ വേണ്ടിയിട്ട് കരയുന്ന ഒരിത്. ഏതായാലും അത് മോഹൻലാൽ നല്ലോണം കൊടുത്തു എന്നാൽ അതങ്ങ് മനസ്സിലാക്കണ്ടേ. അതൊരു ഹിന്റാണ്, നിങ്ങൾ ഇവരുടെ കൂടല്ലേ, നിങ്ങൾക്ക് നല്ലൊരു ഗെയിം ഉള്ളതാണ്, നിങ്ങളത് നശിപ്പിക്കല്ലേ എന്ന് മോഹൻലാൽ തന്നെയാണ് പറഞ്ഞു കൊടുക്കുന്നത്. അതിപ്പോഴും നമുക്ക് നേരിട്ട് പറഞ്ഞു കൊടുക്കാൻ കഴിയില്ലല്ലോ. നമുക്കെന്ന് പറഞ്ഞു കൊടുക്കുന്നതെന്ന് പറഞ്ഞ ഒരു വളഞ്ഞ വഴിയിലൂടെ ആവണ്ടേ. പക്ഷെ അത് പറഞ്ഞിട്ടും അനുമോളൊക്കെ അങ്ങ് മനസ്സിലാകുന്നില്ല. അനുമോൾ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദിലയുടെ നൂറയുടെയും ബാലായിട്ട് നടക്കുകയാണ്. ഏതായാലും ഈ പയ്യനെ കൊണ്ടുവന്നപ്പോഴേ ശരിക്ക് അനുമോൾ ഞെട്ടിപ്പോയി. അനുമോൾ ജീവിതത്തിൽ വിചാരിച്ചില്ല. കാരണം ഇവനെ കാണരുത് ഭഗവാനെ എന്ന് പറഞ്ഞിട്ടാണ് ഓരോ ദിവസവും അനുമോൾ നേരം വെളുത്താൽ എണീക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് ഇയാളെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയിരിക്കുന്നത്. അല്ല വല്ല കാര്യമുണ്ടോ? ഒരു കാര്യവുമില്ല. അതായത് എന്താ വെച്ചാൽ അനുമോൾ എന്ന് പറയുന്നത് അതിനെ ഞോണ്ടി എറിഞ്ഞതാണ് ഈ ജീവൻ എന്ന് പറയുന്നവനാ. അവർ വേറെ കല്യാണം കഴിക്കാൻ പോയതാണ്. അപ്പോഴും ഇവർ നല്ല ഫ്രണ്ട്സാണ്. ഇനി കല്യാണം മുടക്കിയത് ഇവനാണോ? ഇനി ഇവൻ എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ കളി കളിച്ചിട്ടുണ്ടോ? ഈ കല്യാണം കഴിക്കാൻ പോകുന്നവനോട് വല്ല ഇതും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ എന്നും നമുക്കറിയില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു വലിയ തെറ്റ് തന്നെയാണ് ഈ ജീവൻ എന്ന് പറയുന്നവൻ ചെയ്തത്. അവനെ ന്യായീകരിക്കാനാണോ അല്ലെങ്കിൽ അവനെ ഫേമസ് ആക്കാനാണോ ബിഗ് ബോസ് കൊണ്ടുവന്നത് നമുക്കറിയില്ല. അതായത് ജീവൻ ചെയ്തോന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല. ഒരു സ്ത്രീയെ പറ്റിയിട്ട് മോശമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുത്തിട്ട് അത് ചോദ്യം ചെയ്തിട്ടുണ്ടാകും, അതിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങൾ കണ്ടുകൊണ്ട് തന്നെ ഇമാതിരി തോന്നിവാസത്തിൽ നിൽക്കലായിരുന്നു. എക്സ് പിന്നെ അത് അവരുടെ ഗേൾ ഫ്രണ്ട് എക്സ് ഇത് ഒന്നുമില്ല, എക്സും പയ്യും സെഡ് ഒന്നുമില്ല. എല്ലാവരും എന്ന് പറയുന്നത് ഈ പിന്നെ ബോയ് ഫ്രണ്ട് ആയാലും ഗേൾ ഫ്രണ്ട് ആയാലും ഇവർ അടുക്കുന്നത് ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസോപ്പിക്കാൻ തന്നെ ചിലതിൽ അടുക്കുന്നത്. അതുപോലെ അനുമോളുടെ അടുത്തത് ചിലപ്പോൾ എന്തെങ്കിലും തോന്നിവാസോപ്പിക്കാനായിരിക്കും. അത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അനുമോൾ അതെന്ന് പറയുന്നത് മുളയിലേ നുള്ളി കളഞ്ഞിട്ടുണ്ടാവും. അതാണ് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടായി കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഇവർ വാർക്കിലായിരിക്കും, അതുപോലെ തന്നെ കാറിൻ്റെ ഉള്ളിലായിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ എവിടെ നോക്കിക്കഴിഞ്ഞാലും ഈ പരിപാടി മാത്രമായിരിക്കും. അപ്പം ഇതൊന്നും ചെയ്യാൻ അനുമോൾ സമ്മതിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ഈ ജീവൻ എന്ന് പറഞ്ഞാൽ നല്ല ദേഷ്യം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ കെട്ടാൻ പോകുന്ന ചെറുക്കനോട് ചിലപ്പോഴും എന്ന് പറഞ്ഞാൽ വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും, എടേ എൻ്റെ ഫ്രണ്ടാടേ താൻ എന്തോടേ കാട്ടുന്നത് എന്ന് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ കല്യാണം മുടങ്ങിയതായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആ പയ്യനെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. ആ പയ്യനെന്ന് പറഞ്ഞാൽ കലക്കലിട്ടാന്ന് അതിൻ്റെ പേര്.
അതുകൊണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവൻ ഏത് സീരിയലിൻ്റെ ആയാലും ഏത് സിനിമയുടെ ആയാലും പ്രമോഷൻ വന്നതാണെങ്കിലോ ആ പരിപാടി ഒരു ഫ്ലോപ്പ് തന്നെയാണെന്നേ ഞാൻ പറയുള്ളൂ. അതായത് അതവിടെ പൊട്ടി, അതവിടെ കഴിഞ്ഞ്. ഇതോട് കൂടിയിട്ട്, അതായത് അനുമോള് പറഞ്ഞോട് കൂടിയിട്ട് അവിടെ കഴിഞ്ഞു. എൻ്റെ മരണത്തിന് ഉത്തരവാദിയാകാവുന്ന ഒരുത്തനാണ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു പെൺകുട്ടിയുടെ, ഒരു യുവതിയുടെ മരണത്തിന് ഉത്തരവാദിയാകാൻ വേണ്ടിയിട്ട് മാത്രം അവൻ എത്ര ക്രൂരത കാണിച്ചിട്ടുണ്ടാകും, അവൻ എത്രമാത്രം ഇല്ലാത്ത കഥകൾ പറഞ്ഞിട്ടുണ്ടാകും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം അങ്ങനെ അത്രത്തോളം ദ്രോഹിച്ച ആ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് മുന്നിൽ നിർത്തി കഴിഞ്ഞാൽ ആരായാലും പതറിപ്പോവുക മാത്രമല്ല, നമ്മളൊക്കെ ആണെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് കളിയും. അപ്പം അനുമോളുടെ ആ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ച ഒരു നാരത്തേരെന്നേ ഞാൻ പറയുള്ളൂ. അല്ലാതെ ഒരിക്കലും ഇത് ഭയങ്കര ഗെയിമായി പോയി, അല്ലെങ്കിൽ ഇത് ഭയങ്കര ഒരു സംഭവമായി പോയി, ജീവൻ വന്നത് രക്ഷപ്പെട്ടു, ഇനി അനുമോളെ ഇങ്ങനെ താക്കാലോ, ഇതൊക്കെ എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷേ അനുമോളൊക്കെ അങ്ങനത്തെ ഒരു കുന്തവും ഇല്ല. കാരണം എന്താണെന്നറിയാം, ഇവനെ പോലത്തെ 25 കണ്ടിട്ട് അനുമോള് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവനല്ല, ഇവൻ്റെ കിക്കിടി ആയാലും അനുമോൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇവൻ്റെ സീരിയലിൻ്റെ നിലവാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മനസ്സിലായി. കാരണം ഇത്രയും ദ്രോഹിച്ച ഒരുത്തൻ, ഇത്രയും സമൂഹത്തിൽ പിന്നെ വേണ്ടാത്ത ഒരുത്തൻ, ഇവനെയൊക്കെയാണ് ഇവിടെ പിടിച്ച് നായകനാക്കുന്നത്. അതാണ് എനിക്ക് സീരിയലിൽ നിർമ്മാതാക്കളോടും ഇതിൻ്റെ ഡയറക്ടറോടും ചോദിക്കാനുള്ളത്. അല്ല, അത്ര മോശമല്ലേ അപ്പോൾ ഞാൻ കാണിച്ചത്? അനുമോള് എന്ന് പറയുന്ന ഒരു പിന്നെ സ്ത്രീയല്ലേ, അവർ നമ്മളെ വീട്ടിലെ നമ്മളെ സഹോദരിയാണെങ്കിൽ നമ്മളെന്താ ചെയ്യുക? ശരിക്കും ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ ഈ പയ്യനിപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമോ? ഒരു സഹോദരൻ ഈ അനുമോളൊക്കെ ഉണ്ടെങ്കിൽ ഈ പയ്യൻ ഇവിടെ വന്ന് നിൽക്കത്തില്ല. കാരണം എന്താ പറയുക, അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഒരിക്കലും എന്ന് പറഞ്ഞാൽ പറയും, അയ്യോ സഹോദരൻ്റെ ഞാൻ വരില്ല കേട്ടോ, ഒരിക്കലും വരില്ല, അങ്ങനെ പറയും. കാരണം ആ സഹോദരന്മാർക്ക് അറിയാം ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന്. അപ്പം അതുകൊണ്ട് തന്നെ ആ ധൈര്യത്തിൽ ആരുമില്ലാത്തവളല്ലേ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് ഈ ജീവൻ എന്ന് പറയുന്നവൻ ഇവർക്കെതിരെ കളിച്ചത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതിനിപ്പോഴൊരു സ്കോപ്പ് കിട്ടിയപ്പോഴേ, അതായത് ഒരാളുടെ ജീവിതം വെച്ചാണ് ഒരു പ്രൊമോഷൻ നടത്തുന്നത്. അതാണ് എനിക്ക് വയ്ക്കാനുള്ളത്. ഒരാളുടെ ജീവിതം വെച്ചിട്ട് ആരെങ്കിലും പ്രൊമോഷൻ നടത്തുകൂടെ? ഒരു സ്ത്രീയുടെ ജീവിതം ഇവിടെ നശിച്ച് പണ്ടാരടക്കിയിട്ട് ആരെങ്കിലും നമ്മുടെ സീരിയൽ വിജയിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ മാനസിക നില തന്നെ പരിശോധിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത്രമാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോശമായിട്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു ഗസ്റ്റ് പെരുമാറിയത്. അതുപോലെ തന്നെ കൊണ്ടുവന്ന ആരുടെ ഐഡിയയിലും ശരി, ഒരിക്കലും ഇത് നമുക്ക് അനുവദിച്ച് നൽകാൻ കഴിയില്ല മക്കളെ. അത്രമാത്രം മോശപ്പെട്ട അനുമോളയുടെ പല അഭിപ്രായ വ്യത്യാസങ്ങളും പലർക്കും ഉണ്ടാകാം. അതുപോലെ അനുമോളുടെ കളിയും കാര്യങ്ങളൊക്കെ നമ്മൾ വിമർശിക്കും, ശരിയാണ്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണലായിട്ടില്ല, ഒരു സൈഡിലൂട്ടിയുള്ള കാര്യമാണ്. പക്ഷേ ഇമാതിരി കൂറപ്പരിപാടി ഇതിൻ്റെ മുതലാളിമാരനെ കാണിക്കുമ്പോൾ വളരെയധികം വിഷമമുണ്ട്. പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ ആ ഒരു പയ്യൻ വരാൻ പാടില്ലായിരുന്നു. അയ്യോ ഞാൻ വരുന്നില്ലേ, എന്നെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെ സീരിയൽ വരെ പോവേ, അങ്ങനെ വിചാരിക്കുമായിരുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ഒരിക്കലെന്ന് പറഞ്ഞാൽ ഇവനെ പോലെയുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ കൊണ്ടുവരരുത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ മര്യാദയ്ക്ക് ഓടുന്ന ഒരു സീരിയലിന് ഒരു കളങ്കപ്പേരായി, അനുമോളം നശിപ്പിച്ചവൻ്റെ സീരിയൽ എന്നായി. അതാണ് മനസ്സിലാക്കേണ്ടത്. അവർക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല, അവർക്ക് ദ്രോഹമല്ലാതെ ഒരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. എല്ലാവരും ഇപ്പം കാണുന്നത് ഇങ്ങനെയല്ലേ, അനുമോളം നശിപ്പിച്ചവൻ്റെ ചാനൽ, അനുമോളം നശിപ്പിച്ചവൻ്റെ സീരിയൽ, ഇതാണ് അനുമോളം നശിപ്പിച്ചവൻ, ഇതാണ് അനുമോളം കരയിച്ചവൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലേ. നന്ദി, നമസ്കാരം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പോകുന്നുണ്ട്. ബൈ ബൈ.